തിയേറ്ററിൽ സിനിമ കഴിഞ്ഞുമുള്ള ഒരു ഷോയ്ക്ക് കൈയടിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആരാധകർ. ഒരു വൈറൽ താരം ഈ സിനിമ കഴിഞ്ഞ ശേഷം ആ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നത് ഒന്നടങ്കം ആ തിയേറ്ററിലുള്ള ആളുകളൊക്കെ നോക്കിക്കാണുകയായിരുന്നു. കാവിൽപ്പാട് സ്വദേശിനി കുഞ്ഞുമിടുക്കി ഷാദിയുടെ ഡാൻസാണ് ആളുകൾ കണ്ടത്. ഈ മോളാണ് നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ വെച്ച് ഡാൻസ് ചെയ്തത്. നിനക്ക് ആ പാട്ട് നേരത്തെ അറിയായിരുന്നു? അതായത് ആ പാട്ടിന് വേണ്ടി നേരത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു? എവിടെ കളിച്ച്? വീട്ടിൽ നിന്ന് വെറുതെ ചെയ്ത് നോക്കി. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കണം എന്ന് പെട്ടെന്ന് തോന്നിയതാണോ അതോ ഉമ്മ പറഞ്ഞതാണോ? എന്താ അപ്പോൾ ഡാൻസ് കളിക്കാൻ കാരണം? അത് ഞാൻ പാട്ട് കണ്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി. പാട്ട് നല്ല എനർജി ആയതുകൊണ്ട് ഡാൻസ് ചെയ്യാൻ തോന്നി അല്ലേ? ഇതിലൊരു പ്രത്യേകത ഉള്ളത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് പാലക്കാട്ടെ ഒരു നഗരസഭാ കൗൺസിലറാണ്. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ശ്രീനിയേട്ടനാണ് അത് പകർത്തിയത്. അദ്ദേഹം ഇതേപോലെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയതായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഇത് പകർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് അദ്ദേഹം ഈ ചിത്രങ്ങൾ പങ്കുവച്ചതും. ഇതെന്താ നിങ്ങൾ പെട്ടെന്ന് ഇത് പകർത്താനുള്ളൊരു കാരണം എന്തായിരുന്നു? ഞങ്ങൾ ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോയായിരുന്നു ഒരാഴ്ച മുന്നേ. സിനിമ കഴിഞ്ഞ് ഒരു ക്യൂട്ടായിട്ട് ഡാൻസ് കണ്ടു. എന്നാൽ ആ പാട്ട് നടക്കുമ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു കുട്ടി നന്നായി ഡാൻസ് കളിക്കുന്നു. അപ്പോൾ എൻ്റെ മക്കൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. വീഡിയോ എടുത്തതാണ്. ജസ്റ്റ് ഒരു അപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പക്ഷേ ആ കുട്ടിയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടിട്ടാണ്. നല്ല ലൈക്കും നല്ല വ്യൂ ഒക്കെ വന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡാൻസ് ആണ്. ആ തിയേറ്ററിലെ ആളുകൾ മൊത്തം ആ സമയത്ത് ആ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിനിമ കഴിഞ്ഞിട്ടും അവസാനിക്കാത്ത ഷോ ആയിരുന്നു അല്ലേ? അതെ, സിനിമ കഴിഞ്ഞിട്ട് ആളുകൾ പോകാൻ തോന്നിയില്ല. ആ കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ട് നല്ല ക്യൂട്ടായിരുന്നു. ഫ്രണ്ടിലും പുറയിലും അതിനേക്കാൾ കൂടുതലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഡാൻസ് ആയിരുന്നു. അതുകൊണ്ട് അത് കണ്ടപ്പോഴാണ് എടുത്തത്. എന്തായാലും ഹാപ്പി ആയോ നീ? നമുക്ക് മോളുടെ പെർഫോമൻസ് ഒന്ന് കാണാം. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. മോളുടെ ഒരു ആഗ്രഹം ഒരു നല്ല ഡാൻസർ ആവണമെന്നാണോ? എന്താണ് ആഗ്രഹം മോളുടെ? ഇനി നീ ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? ഡാൻസ് പഠിക്കുന്നു. അപ്പോൾ എങ്ങനെ സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയാണ്? അത് ഞാൻ ഫോണിൽ കൂടെ നോക്കി പഠിക്കാം. യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് പഠിക്കും അല്ലേ? മോൾ ഇങ്ങനെ ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ അത് ഇത്ര വൈറലാവുന്നൊക്കെ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അവൾ പൊതുവേ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ മതി ഡാൻസ് കളിക്കാൻ. പക്ഷേ ഇങ്ങനെ വൈറലാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മൾ 2 ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടാണ് ഇത് വീഡിയോ തന്നെ കണ്ടത്. പിന്നെയാണ് ഞാൻ ഇവരെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തത് മോളാന്ന് പറഞ്ഞിട്ട്. സന്തോഷമായി. ഒരുപാട് പേര് ഇത് കണ്ടിട്ട് നിങ്ങളെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ചു. മോളാണല്ലേ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, നല്ല അഭിപ്രായം എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ഷെയറൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഷാദിയ മോൾക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി ഇതിനെ തുടർന്ന് ലഭിക്കട്ടെ. അതിന് ഒരു നിമിത്തമായത് നമ്മുടെ സുനിലേട്ടനാണ്. എന്തായാലും ഒരുപാട് അവസരങ്ങൾ ഇതുവഴി കിട്ടട്ടെ. അവളുടെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു നർത്തകിയായി മാറാനും കഴിയട്ടെ. ശ്യാം ബാലുവിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.